നമസ്കാരം. JP നദ്ദ. നദ്ദാജിയെ പോലെ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയാൻ കഴിയുന്ന നേതാക്കൾ കുറവാണ്. ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കുറവാണ്. നദ്ദാജി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഒരു ഗംഭീര പ്രസംഗം നടത്തി. അതായത് ഇനി മിനിമം ഒരു 30-40 വർഷം കോൺഗ്രസും കൂട്ടുകാരും പ്രതിപക്ഷത്തിരിക്കും. നിങ്ങൾക്ക് ഭരണം അല്ലെങ്കിൽ പൊതുജന സേവനം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ വിലയിരുത്താം എന്നൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ട്യൂഷൻ എടുത്തു തരാം. ഞാൻ നിങ്ങളുടെ ട്യൂഷൻ മാസ്റ്റർ ആകാം. കാരണം ദീർഘകാലം പ്രതിപക്ഷത്തൊക്കെ ഇരുന്ന് പരിചയമുള്ള ആളാണ് ഞാനും എൻ്റെ പാർട്ടിയും. ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരാം, ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം എന്നാണ് രാജ്യസഭയിലെ കോൺഗ്രസിനോടും CPM-നോടും ഒക്കെ തന്നെ പറഞ്ഞത്. പ്രത്യേകമായി പറഞ്ഞത് ഈ 30-40 കൊല്ലത്തെ കഥയാണ്. മിനിമം ഒരു 30-40 കൊല്ലം നിങ്ങൾ പ്രതിപക്ഷമുണ്ടെങ്കിൽ, അന്ന് പ്രതിപക്ഷത്തിരിക്കാനുള്ള എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കും, നിങ്ങൾ പ്രതിപക്ഷത്തെ ഇരിക്കൂ എന്നുള്ള ഇത്രയും ആത്മവിശ്വാസത്തോടെ JP നദ്ദാജിക്ക് മാത്രമേ കാര്യങ്ങൾ പറയാൻ കഴിയൂ. ഇപ്പോൾ അമിത്ഷായ്ക്കും അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനും പ്രധാനമന്ത്രിക്കും ഒക്കെ തന്നെ കഴിയും. പക്ഷേ ഇത് ഇത്രയും ആ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക്. ഇത്രയും ആത്മവിശ്വാസത്തോടെ നിങ്ങളൊക്കെ 30-40 കൊല്ലം പ്രതിപക്ഷത്ത് കുത്തിയിരിക്കും, അവിടെ ഇരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ പഠിപ്പിക്കാം എന്നാണ് നദ്ദാജി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നോക്കാം. और आपने ये बताया कि जब कोई स्पीकर बोल रहा है, अब मैं यहां से बोल रहा हूं, अगर मेरे बगल में आकर के कोई खड़ा होकर के नारे लगाएगा, दिस इज नॉट डेमोक्रेसी, दिस इज नॉट हाउस वर्किंग, ये काम करने का तरीका नहीं होता. मैंने कई बार कहा, ओ मैडम जी सुन लीजिए, मैंने इन लोगों को कई बार कहा, 40 साल से ज्यादा ऑपोजिशन में रहा हूं, कुछ मेरे से ट्यूशन ले लो, मैं बता दूंगा ऑपोजिशन कैसे करना आता है. अभी नए हो, अभी तो 10 ही साल हुए हैं, अभी 30-40 साल रहना है, मेरे से ट्यूशन ले लो, मैं बताऊंगा आपको ऑपोजिशन कैसे होती है. അതെ, 30-40 വർഷം പ്രതിപക്ഷത്ത്. ഇതിപ്പോൾ 2025. 30 എന്ന് പറയുമ്പോൾ 2055 എന്നുള്ളത് 65 വരെ എന്ന് കൂട്ടിക്കോ, വേണ്ട 60 വരെ എന്ന് കൂട്ടിക്കോ. അപ്പൊ 2060 വരെ അല്ലെങ്കിൽ 2055 വരെ കോൺഗ്രസ് ഒന്നും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാം. CPM-ഓ മറ്റു പാർട്ടികളോ അന്ന് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാം. നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാനേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പ്രതിപക്ഷത്തിരുന്ന് പ്രവർത്തിക്കാൻ അറിയില്ല, ട്യൂഷൻ എടുക്കേണ്ടി വരും, ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ ക്ലാസ് ആരെങ്കിലും ഒക്കെ കൊടുക്കണം. കോൺഗ്രസ് നേതാക്കൾ കൊടുത്തില്ലെങ്കിൽ JP നദ്ദാജി താങ്കൾക്ക് ക്ലാസ് എടുക്കും. താങ്കൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കളുടെ അടുത്തോ പോയി ട്യൂഷൻ എടുത്ത് പഠിക്കുക. പ്രതിപക്ഷ നേതാവ് എന്തായിരിക്കണം, പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് രാജ്യത്തെ എങ്ങനെ സേവിക്കാം. കാരണം പ്രതിപക്ഷം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ശത്രുക്കളൊന്നുമല്ലല്ലോ. രാജ്യത്തിനു വേണ്ടി വളരെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറുകയാണ് വേണ്ടത്. ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ അത് കൃത്യമായി അത് എതിർത്ത് അത് പരിഹരിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷത്തിന്. അല്ലാതെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തെ തെറി പറയാനും ഭരണപക്ഷത്തെ അപമാനിക്കാനും രാജ്യത്തെ അപമാനിക്കാനും ജനങ്ങളെ വെല്ലുവിളിക്കാനും വേണ്ടിയുള്ള സംഭവമല്ല എന്നുള്ള കാര്യം കൂടിയാണ് JP നദ്ദാജി ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ ഗാന്ധിയൊക്കെ ഇത് കേൾക്കണം. പറ്റുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും ട്യൂഷൻ എടുത്ത് പഠിക്കണം. എല്ലാ നേതാക്കളും, പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ ഉറപ്പായിട്ടും ട്യൂഷൻ വിടണം. ഫീസ് ഒന്നും കൊടുത്തില്ലെങ്കിലും സാരമില്ല, നദ്ദാജി ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.